അനുപമ ഡേറ്റിംഗ് ആപ്സ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, ടു ബി ഓണസ്റ്റ്ലി ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അത് ഉപയോഗിച്ച് നോക്കാൻ തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അതിന്റെ ഒരു ആവശ്യകത ഉണ്ടായില്ല. പോയിന്റ്. ആവശ്യകത ഉണ്ടായില്ല എന്നുള്ളത് പോയിന്റ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്നത് തെറ്റായി തോന്നിയിട്ടുണ്ടോ? ഇല്ല ഇല്ല, തെറ്റല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ഇപ്പോൾ ഈ ഇടയ്ക്ക് നമ്മൾ ഈ ഡേറ്റിംഗ് ആപ്പുകളില് ഞാനൊരു വട്ടം ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ ഡേറ്റിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഞാൻ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെ എന്റെ 2-3 ഫ്രണ്ട്സ് ഇവര് എന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ട് 4-5 ചിരിക്കണ സ്മൈലി അയച്ചു. അപ്പൊ ഞാൻ ഒന്നാമത് തന്നെ ചോദ്യം, ഇവരെന്തിനാ അതിൽ കയറി എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അതിൽ കയറിയത് ഇത്ര വലിയ തെറ്റാണോ എന്നുള്ളതാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. ആക്ച്വലി ഡേറ്റിംഗ് ആപ്പുകൾ എന്ന് പറയുന്നത്, ഒരാൾക്ക് ഒരാളോട് മിണ്ടണം എന്നുണ്ടെങ്കിൽ ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടോ? അത് ഇറക്കിയതിന്റെ ഉദ്ദേശം അതല്ലേ. അതെ. പിന്നെ എന്തുകൊണ്ടാണ് ഡേറ്റിംഗ് ആപ്പുകൾ നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം ക്രൂശിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അതൊരു വൾഗാരിറ്റി ആയി കാണുന്നത് എന്നാണ് ചോദ്യം. അതിനെ വൾഗാരിറ്റി ആയിട്ടല്ല കാണുന്നത്. മീൻസ് കാണുന്നുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇത് വേറെ എന്തോ ബിസിനസ്സിന് കയറുന്നവരാണ് അതിനകത്ത്. കറക്റ്റായിട്ട് നമ്മളൊരു ആളുകളുമായി ഇന്ററാക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യാൻ വേണ്ടി തന്നെ ആണെങ്കിൽ പോലും അതല്ല, ഇവിടെ വേറെ എന്തോ ബിസിനസ്സാണ് നടക്കണേ. ആരും അറിയാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർ അതിനുള്ളിലുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന്റെ ജനറലി അങ്ങനത്തെ ഒരു അംബ്രല്ലയ്ക്ക് കീഴിലായിരുന്നു നിർത്തപ്പെടുന്നുണ്ട്. ഈ ഒരുപാട് ഡേറ്റിംഗ് ആപ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ടിൻഡർ, ബംബിൾ, അരികെ, ഫ്രണ്ട് ആപ്പ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കേട്ടത് ഫ്രണ്ട് ആപ്പാണ്. ഫ്രണ്ട് ആപ്പില് ഞാനൊരു തവണ ശില്പന്റെ അടുത്ത് ഫ്രണ്ട് ആപ്പിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ശില്പന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിരുന്നു. നമ്മള് ഈ ഫ്രണ്ട് ആപ്പിന്റെ ആഡ്, ആക്ച്വലി ഞാൻ ആ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. ഞാൻ പറഞ്ഞത് ഈ ഡേറ്റിംഗ് ആപ്പുകൾ എന്തിനു വേണമെന്ന് ചോദിക്കുമ്പോൾ ഈ ഫ്രണ്ട് ആപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വന്നതാണ്. അതിന്റെ ആഡ് കണ്ടിട്ടുണ്ടോ? ഈ ഫ്രണ്ട് ആപ്പിന്റെ ആഡുകളിൽ അവർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഒരാളോട്, ഒരു പെണ്ണിനോട് സംസാരിക്കാൻ മടിയുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആണിനോട് സംസാരിക്കാൻ മടിയുണ്ടോ, എന്നാൽ ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യും. ആക്ച്വലി അവരെ പറയുന്നതിൽ വലിയൊരു പോയിന്റ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ വീക്ക്നെസ്സിനെ മിസ്യൂസ് ചെയ്യണം അവരെന്നാണ് എനിക്ക് തോന്നുന്നത്. അതും ആവാം, അത് അവരുടെ മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. പക്ഷെ ഞാൻ പറഞ്ഞത്, ആ പറഞ്ഞു വെക്കുന്നത് ഒരു വലിയ പോയിന്റ് ആണ്. കാരണം ഞാൻ ഫ്രണ്ട് ആപ്പിനെ കുറിച്ചില്ല, ഈ ഡേറ്റിംഗ് ആപ്പിലേക്ക് അതിനെ കൊണ്ടുവരുമ്പോ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരുപാട് ആൺകുട്ടികള് നമ്മൾ എന്താ പറയാ, ചട്ടക്കൂടിനുള്ളിൽ വളരുന്ന ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. ആൺകുട്ടികളോട് ഇതുവരെ സംസാരിക്കും, അത്ര വലിയൊരു ഇന്ററാക്ഷൻ. ഇപ്പൊ നമ്മൾ ഓഫീസില് ആൺകുട്ടികൾ പെൺകുട്ടികൾ അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത്. അത്രയും ജോബിൽ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഫാമിലി പോലെ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ ചില സ്ഥലങ്ങളിലൊന്നും അങ്ങനെയല്ല, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അവർ വളർന്നു വരുന്ന സിറ്റുവേഷൻസ് അങ്ങനെയല്ല. അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു ആണിനോട് സംസാരിക്കുക അല്ലെങ്കിൽ പെണ്ണിനോട് സംസാരിക്കുക എന്നുള്ളത് വലിയ ടാസ്ക്കാണ്. അപ്പൊ ആ സമയത്ത് ഈ ഡേറ്റിംഗ് ആപ്പുകൾ അവിടെ സഹായിക്കുന്നുണ്ടെന്ന് എനിക്ക് പലവട്ടം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് ഒരാളോട് സംസാരിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, ചില ആൾക്കാർക്കൊന്നും അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ നല്ല രീതിയിൽ സംസാരിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അതിനൊരു മോശം രീതിയിലേക്കല്ല പറയുന്നത്. ഇപ്പോൾ എന്താ പറയാ, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒക്കെ ഉള്ളവരുണ്ടാവും. സോ അവർക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താനൊക്കെ ആക്ച്വലി ഈ ഡേറ്റിംഗ് ആപ്സ് ഹെൽപ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്കൊരു പാർട്ട്ണർ വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം മാട്രിമോണി സൈറ്റുകൾ അല്ലെങ്കിൽ മാട്രിമോണി ആപ്പുകൾ ഒരുവിധം ഡേറ്റിംഗ് ആപ്പുകളല്ലേ? ഒരു തരത്തിൽ പറഞ്ഞാണ്. വീട്ടുകാരുടെ സമ്മതം. ഞാൻ ഈ അടുത്തിടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോ പണ്ട് ടിൻഡറും ബംബിളും ഒക്കെ ഉപയോഗിച്ചിരുന്നേ, ഇപ്പൊ കേരള മാട്രിമോണി, നായർ മാട്രിമോണി അങ്ങനത്തെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്താ, ഇത് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി ഉപയോഗിക്കുന്നു, അത് വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഉപയോഗിച്ചിരുന്നു. വലിയ ഡിഫറൻസ് ഒന്നുമില്ല, സെയിം സാധനമാണ്. ഇപ്പൊ ടിൻഡർ എടുത്തു കഴിഞ്ഞാൽ നമ്മള് ആൾക്കാരുടെ പ്രൊഫൈല് ലൈക്ക് ചെയ്യും, അൺലൈക്ക് ചെയ്യും, ആ സാധനങ്ങളാണ്. ഇവിടെ അതെ, റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യണോ ഡിക്ലൈൻ ചെയ്യണോ നമ്മുടെ ഇഷ്ടമാണ്. അതിൽ നമ്മൾ ഒരു വ്യത്യാസം, ഇവിടെ ടിൻഡറിലും ബംബിളിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് അവരുടെ പാഷൻ കാണാം, അല്ലെങ്കിൽ അവരുടെ ലൈക്സ് കാണാം, ഡിസ്ലൈക്സ് കാണാം. ഇവിടെ അവരുടെ ജോലി കാണാം, ശമ്പളം കാണാം, അങ്ങനത്തെ കുറച്ച് ബേസിക് സാധനങ്ങൾ കാണാം. പിന്നെ ഇൻട്രസ്റ്റുകളും ഉണ്ടായിരിക്കാം. ഞാൻ പൊതുവെ ഈ ഡേറ്റിംഗ് ആപ്സിനെ കുറിച്ച് കേട്ടിട്ടുള്ളത് മൊത്തം ദൂഷ്യഫലങ്ങളാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിന്റെ നല്ല ഫലങ്ങൾ പറയാൻ ആരും തയ്യാറാവാത്തത് കൊണ്ടായിരിക്കും. നല്ല സൈഡ് ഇല്ലേ ഈ തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. കാരണം ഞാൻ ചോദിക്കട്ടെ, ഈ ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിച്ച് കണ്ടുമുട്ടി കല്യാണം കഴിച്ചവർ എത്ര പേരുണ്ട്? സക്സസ്ഫുൾ ആയി ജീവിക്കുന്നവർ എത്ര പേരുണ്ട്? ഇപ്പൊ അരികയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, അരികയിൽ അരികെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ എന്റെ ഫ്രണ്ട് യൂസ് ചെയ്തപ്പോൾ അരികയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, അരികയിൽ ഒരു പെൺകുട്ടിക്ക് അങ്ങോട്ട് മെസ്സേജ് അയക്കാനേ സാധിക്കുള്ളൂ എന്ന് തോന്നുന്നു. ഇങ്ങോട്ട് ആൺകുട്ടിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കാൻ അവിടെ ഭയങ്കരമായിട്ട് ജെൻഡർ ഇനീക്വാലിറ്റി ഉണ്ട്. ഞാൻ ശ്രദ്ധിച്ചൊരു ബംബിളിലും അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അരികയില് ഞാൻ എന്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓഫീസിൽ തന്നെ ഉള്ള ഒരു കൊളീഗ യൂസ് ചെയ്ത സമയത്ത് ഞാൻ കണ്ടു, അതിനെ നോക്കി, ഞാൻ എന്താ ഇതിലെ സിസ്റ്റം എന്താന്ന് നോക്കി. അപ്പൊ അതിനകത്ത് സ്ത്രീകൾക്ക് മെസ്സേജ് അയക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. പുരുഷന്മാർക്ക് മെസ്സേജ് അയക്കണമെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഈ മാച്ച് ആവുക എന്ന് പറയുമല്ലോ, അതിനൊക്കെ മറ്റേ പ്രീമിയം മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞെങ്കിലേ ഉള്ളൂ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ഇങ്ങനെ നോക്കാം,
കാണാം. ദർശനസുഖം. ദർശനസുഖം മാത്രമേ. അത് പക്ഷെ ഒരു രീതിക്ക് നോക്കുമ്പോൾ നമുക്ക് അവരെ വല്ലാണ്ട് തെറ്റു പറയാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് പേര് ഇത് മിസ്യൂസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ നോക്കുമ്പോ ഓക്കെ. പക്ഷെ ഈ പ്രീമിയം അക്കൗണ്ട് എടുത്ത് മിസ്യൂസ് ചെയ്യുന്നവരും ഉണ്ട്. നമ്മളെ ഈ ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിച്ചിട്ട് ഇപ്പോ ഈ മാട്രിമോണി സൈറ്റുകൾ ഉപയോഗിക്കുന്നതിന് പോലെ തന്നെ ഈ ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിച്ച് നമുക്കൊരു പാർട്ട്ണറെ കണ്ടെത്തുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, തെറ്റില്ല. കാരണം ഞാൻ പറയട്ടെ, ഈ അറേഞ്ച് മാരേജസ് ആർ സ്കേറി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന് ഒരു ചെറിയ ചേഞ്ച് വരുത്താനോ അല്ലെങ്കിൽ ലവ് മാരേജസ് ഇസ് ഓൾസോ എ സ്കേറി തിങ്. മാരേജ് സ്കേറി എന്ന് പറയുന്നത് എളുപ്പം. യെസ്. അപ്പം നമ്മൾ അതിന് എന്താ പറയാ ഒരു അതിനൊരു ചേഞ്ച് വരുത്താൻ നമുക്ക് ഇതിലൂടെ സാധിക്കും എന്നാണ് തോന്നുന്നത്. കാരണം അതിനകത്ത് നമുക്ക് നമ്മുടെ വ്യക്തി താല്പര്യം എന്താണെന്ന് വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻസ് നമുക്ക് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ മാട്രിമോണി സൈറ്റിലൊക്കെ നമുക്ക് നമ്മുടെ ഈ പാരന്റ്സിന്റെ ഗൈഡൻസ് അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഒരു എന്താ പറയാ അതെ അതെ അല്ല അവരുടെ ഒരു വീക്ഷണത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് അവര് പറയുന്ന കുറെ സാധനങ്ങൾ നമ്മൾ അതിനകത്ത് മൈൻഡ് ചെയ്യേണ്ടി വരും. അതായത് അതിൽ പറഞ്ഞപ്പോഴില്ലേ, ഞാൻ ഇന്ററപ്റ്റ് ചെയ്യല, ഞാൻ ഈ മാട്രിമോണി സൈറ്റിൽ ഒരു വട്ടം നോക്കുമ്പോ ഈ മാട്രിമോണി സൈറ്റിലുള്ള ഒരു ചെക്കന്മാരും കള്ളു കുടിക്കത്തൂല്ല, സിഗരറ്റ് വലിക്കത്തൂല്ല. സീരിയസ്ലി ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ എന്റെ 2-3 ഫ്രണ്ട്സിന് ഞാൻ ആ മാട്രിമോണി സൈറ്റിൽ സ്പോട്ട് ചെയ്തു. ഇവര് മദ്യപിക്കുന്നതും എനിക്കറിയാം, സിഗരറ്റ് വലിക്കുന്നത് എനിക്ക്. പക്ഷെ മാട്രിമോണി സൈറ്റിൽ സിഗരറ്റും വലിക്കില്ല, മദ്യപിക്കത്തുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം അച്ഛനും അമ്മോടും പറയാൻ പറ്റത്തില്ല ഇത്. അപ്പൊ അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല ആ ഒരു പോയിന്റിൽ. അപ്പൊ എന്താ വെച്ചാൽ അത് ആക്ച്വലി ചിലപ്പോ ഈ പെൺകുട്ടിയുടെ ഒരേ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ സിഗരറ്റ് വലിക്കാത്ത ഒരു ചെക്കൻ വേണം, അല്ലെങ്കിൽ അവളുടെ ഒരു ആഗ്രഹം അതായിരിക്കും. പക്ഷെ ഈ സൈറ്റ് നോക്കി ഓക്കെ, ഇതിപ്പോ നേരിട്ട് ചോദിക്കണമെന്നൊന്നുമില്ല, സൈറ്റ് നോക്കിയിട്ട് ഓക്കെ അവൻ വലിക്കില്ല. പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം എവിടെ നിന്ന് വലിക്കുന്ന കണ്ടാ തീർന്നു. അതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പം നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ആ സെയിം സാധനം തന്നെ നമുക്ക് ഇപ്പം നമ്മുടെ പാരന്റ്സ് പറയുന്ന ആ ഒരു അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഒരു കൺസെപ്റ്റിനനുസരിച്ച് നമ്മൾ അതിനകത്ത് നീങ്ങേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പൊ പാരന്റ്സ് പറയാണ് ഇന്ന പ്രൊഫഷനിലുള്ള ആളെ നോക്കിയാൽ മതി, ഡോക്ടറിനെ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോബുള്ള ആളെ നോക്കിയാൽ മതി, അതും അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് മുടിയുള്ള അല്ലെങ്കിൽ ഒരുപാട് നിറമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാരന്റ്സിന് കൺവിൻസിങ് ആയ ആളെ നോക്കിയാൽ മതി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഈ മാട്രിമോണിയൽ സൈറ്റുകളിൽ നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരെ മറിച്ച് ഈ ഡേറ്റിംഗ് ആപ്സ് ആവുന്ന സമയത്ത് നമുക്ക് വെറൈറ്റി, അതെ വെറൈറ്റീന്റെ കാര്യം എനിക്ക് അറിയില്ല, ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അവിടെ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ഈ ഫ്രണ്ട് ആപ്പിന്റെയോ ഫ്രണ്ട് ആപ്പിന്റെ എന്താ മാർക്കറ്റിംഗ് തന്ത്രമായി അവർ പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, നിങ്ങൾക്ക് യാതൊരു മടിയില്ലാതെ ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ഇത് എന്ന് പറയുന്നുണ്ടല്ലോ. അത് വേണമെങ്കിൽ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ആപ്സിൽ നമുക്ക് നമ്മുടെ കുറച്ചൊരു നമ്മൾ അന്തർമുഖിയായിട്ടുള്ള ഒരു ആളാണ്, അല്ലെങ്കിൽ നമുക്ക് കയറി ഇടപഴകാൻ കുറച്ചൊരു മടിയുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാന്നുള്ളതാണ്. അതെ, നമുക്ക് അത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യണം. അത് എടുത്തു പറയണം. ഇനിയിപ്പോ ഇതിന് താഴെ വന്ന ആൾക്കാർ പറയും ഓക്കെ വന്ന് സംസാരിച്ച് ഇട്ടിട്ട് പോകുന്ന ആ ഒരു സാധനം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി ഇപ്പൊ നമ്മളിപ്പോ ഞാൻ അനുപമോട് പറയണം ഓക്കെ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് ചെയ്യാം. തെറ്റൊന്നുമില്ലല്ലോ, അതിൽ തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ ഈ ഡേറ്റിംഗ് ആപ്സിൽ ഒരു ഇനീക്വാലിറ്റി ഉണ്ട് എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ അരികയില് ബംബിളിലും അങ്ങനെയാണെന്ന് തോന്നുന്നു. ആണോ? ഈ പ്രീമിയം മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പുരുഷന്മാർക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു കൈകടത്തൽ നടത്താൻ പറ്റുള്ളൂ. സ്ത്രീകൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു സ്പേസ് എളുപ്പമാണ്. സ്ത്രീകളുടെ ഒരു ഫേക്ക് ഐഡി ഉണ്ടാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ അവിടെയും പ്രശ്നമുണ്ട്. അപ്പൊ നമുക്ക് പുരുഷന്മാരുടെ അക്കൗണ്ടുകൾ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഇത് ലെസ്ബിയനും ഗേ കഴിക്കാൻ പാടാം. ഓ, അപ്പൊ അങ്ങനത്തെ കുറച്ച് കോംപ്ലിക്കേഷൻ. ഞാൻ പറയട്ടെ, ഇത് നമ്മളിപ്പോ പറഞ്ഞത് അതിന്റെ ഒരു എന്താ പറയാ നല്ല വശങ്ങൾ നമ്മൾ സംസാരിച്ചു. പക്ഷെ മോശം വശം ഉണ്ട് അതിന്. ഞാൻ കുറച്ചും കൂടെ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോ എനിക്ക് അറിയാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫേക്ക് ആയിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഐഡി ക്രിയേറ്റ് ചെയ്യാനോ യാതൊരു പ്രയാസവും ഇല്ല. ഒരു പ്രയാസവും ഇല്ല. അനുഭവിക്ക് ശില്പയായിട്ട് നൈസായിട്ട് സംസാരിക്കാം. അതിന്റെ 2 ഫോട്ടോ മാത്രം ഉണ്ടായാൽ മതി. അവിടെ നമ്മുടെ ID കാർഡോ KYC ഇതൊന്നും. പക്ഷെ ഉണ്ട് ചില ഭയങ്കര പ്രീമിയം മെമ്പേഴ്സിനൊക്കെ അതുണ്ട്. എനിക്ക് തോന്നുന്നു ആധാറോ എന്തൊക്കെയോ കൊടുത്തിട്ടുള്ള വെരിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കേട്ടറിവ് അങ്ങനെയാണ്. അതില്ലാത്തിടങ്ങളിൽ എന്താ പറയാ പലതരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻസ് നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കല്യാണം കഴിഞ്ഞ ആളുകൾ അതിനകത്ത് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി കയറിയിരിക്കുന്നവരുണ്ട്. പിന്നെ എന്താ പറയാ കല്യാണം കഴിഞ്ഞ് ഈ സെക്ഷലി അവർക്ക് ഒരു സാറ്റിസ്ഫൈഡ് അല്ല അവരവരുടെ ഭാര്യയിൽ എന്ന് പറഞ്ഞുകൊണ്ട്
മറ്റു സ്ത്രീകളെ കണ്ടുപിടിക്കുകയും അവരായിട്ട് എന്താ പറയാ ഒരു നോർമൽ ചാറ്റാണ് അല്ലെങ്കിൽ നോർമൽ സംസാരമാണ് എങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പോട്ടെ നോക്കിയിരുന്നു. പക്ഷെ അതല്ല നമ്മുടെ ബോഡി ഷോ അല്ലെങ്കിൽ ഇതില് എനിക്ക് എന്താ വെച്ചാൽ അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷെ ഞാൻ പറയുന്ന ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കാം, പക്ഷെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, എന്റെ ഇന്റൻഷൻ ഇതാണ്, ആ ഇന്റൻഷനോട് ആ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആണോ പെണ്ണോ ആരോ ആവട്ടെ, അവർ ഓക്കെ ആണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അതല്ലാതെ ഉള്ള എന്താ പറയാ നല്ലവനായി ഉണ്ണിയായി നിന്നുകൊണ്ട് നമ്മുടെ ഇട്ടേക്കണ ഉടുപ്പിന്റെ കളർ, അതെ, ആ സംഭവത്തിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നുള്ളതാണ്. അത് പിന്നെ വേറൊരു വിഷയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആപ്പുകളിലൂടെ നമുക്ക് വേണമെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി പറ്റിക്കാം, ഹണി ട്രാപ്പ്. യെസ്, അത് ഒരുപാട് കേസുകൾ വന്നതും ഇതിലൂടെയൊക്കെ ആയിരിക്കാം. അതിനുള്ളൊരു സാധ്യത അവിടെ പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഡേറ്റിംഗ് ആപ്പിന്റെ ദൂഷ്യവശങ്ങളല്ല, ഇത് ഉപയോഗിക്കുന്നവരുടെയാണ്. അതെ അതെ, ഇതെല്ലാം ആക്ച്വലി ഇപ്പൊ അതിന്റെ ഒരു നല്ല വശമാണെങ്കിൽ ചീത്ത വശമാണെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആളുടെ കയ്യിലാണ്. അത് എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. ഇത് ഇപ്പൊ അനുപമ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അനുപമ അതിനെങ്ങനെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ശില്പ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിട്ടിരിക്കും. സത്യം പറഞ്ഞാൽ മനുഷ്യന്റെ സ്വഭാവമാണ് ഇതിലും കാണുന്നത് എന്നുള്ളതാണ്.